ഹലോ ഗായ്സ്, വെൽക്കം ടു ജോസ്മി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാൽക്കപ്പയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ഞാനിവിടെ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ കപ്പയൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അതിനകത്തോട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇത്ര ടൈമൊന്നുമില്ല, പല കപ്പയ്ക്കും പല വേവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ട ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക്, 10 ചുമന്നുള്ളി, 4 വെളുത്തുള്ളി നമുക്ക് എടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ കപ്പ വെന്ത് വരുമ്പോൾ അതിലെ വെള്ളം മൊത്തം സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ അരപ്പ് അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് അത് ഉടച്ചെടുക്കണം. പാൽക്കപ്പയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്ന് ഇതിൻ്റെ ആ ഒരു മിക്സും നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒന്ന് ചേർത്ത് വരുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ മുന്നിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. കപ്പ നന്നായിട്ട് ഉടച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും കൂടി ഒന്നിച്ചാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ പാലും കപ്പയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുറുകി ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടുക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു പാനിൻ്റെ അകത്ത് കടുക് ഇട്ടു, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ചുവന്നുള്ളി എല്ലാം ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ പാൽക്കപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ മഴയത്ത് ഇതുപോലെ കപ്പയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ചിക്കൻ കറിയും ഫിഷ് കറിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നോൺ വെജിനോടെ ആയിരിക്കും ഇത് നന്നായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പം ബൈ.